എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മൾ പെരുന്നാളിന് ഉണ്ടാക്കിയ ആ മന്തി റൈസാണ് കേട്ടോ. മട്ടൻ കൊണ്ട് ഉണ്ടാക്കിയതാണ്, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റൈസാണ്. നമുക്കിപ്പോൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റൈസാണ് ഇത്. മട്ടൻ ഇല്ലെങ്കിൽ ബീഫ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ മട്ടൻ മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. 1 കിലോ മട്ടന് 10 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പീസാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 6 പീസായിട്ട് കട്ട് ചെയ്യാം, അപ്പോൾ ഒന്നും കൂടി വലിപ്പം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല പിടിക്കാൻ ബുദ്ധിമുട്ടില്ല വെച്ചിട്ട് ഞാൻ ഇത് ഈ ഒരു വലിപ്പമുള്ള 10 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മട്ടൻ്റെ നമ്മളെ റാൻ ഉണ്ടല്ലോ, കാൽഭാഗം, ആ ഭാഗത്തെ പീസസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ അതിനെ ചോദിച്ചിട്ട് വാങ്ങാം. അപ്പോൾ നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാനിത് വെള്ളം വാരാനായിട്ട് വെച്ചതാണ്. അപ്പോൾ വെള്ളം ഫുള്ളായിട്ട് പോകണം. അപ്പോൾ എന്തായാലും 15 മിനിറ്റ് സ്റ്റെയിനറിൽ വെക്കണം കേട്ടോ. അപ്പോൾ വെള്ളം ഫുള്ളായിട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം ഉണ്ടായാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, വെള്ളം കൂടി കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 15 മിനിറ്റെങ്കിലും മിനിമം ഇതുപോലെ വെക്കണം. അപ്പോൾ ഇതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. അരി ഞാൻ ബസ്മതിയുടെ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മന്തിയൊക്കെ തയ്യാറാക്കുമ്പോൾ സെല്ല റൈസ് എടുത്താൽ മതി. ആ വൈറ്റ് റൈസ് ഉണ്ടല്ലോ ബസ്മതിയുടെ, അത് വാങ്ങണ്ട. അത് ബിരിയാണിക്കും ഫ്രൈഡ് റൈസിനെ പറ്റുള്ളൂ. മന്തി കപ്സൊക്കെ റെഡിയാക്കണമെങ്കിൽ, മജ്ബൂസൊക്കെ റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റൈസാണ് നല്ലത്. ഇത് സെല്ല റൈസ് എന്ന് പറയും. കുറച്ച് നമ്മൾ പുഴുങ്ങലരിൻ്റെ ആ ഒരു കളറുള്ളൊരു അരിയാണ്. അപ്പോൾ അതിന് വൈറ്റ് ഗോൾഡ് വാങ്ങിയാൽ മതി, ഓവർ ഡാർക്ക് വാങ്ങണ്ട. അപ്പോൾ ഇത് ഞാൻ ഒരു 4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 1 കിലോനൊന്നും ഉണ്ടാവില്ല. 1 കിലോ വേണമെന്നുണ്ടെങ്കിൽ ഈ കപ്പിന് 5 കപ്പ് വേണം. അത് 200 ഗ്രാമാണ് ഒരു കപ്പ്. അപ്പോൾ 800 ഗ്രാമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇറച്ചി 1 കിലോനാണ് എടുത്തിട്ടുള്ളത്. മട്ടന് റൈസ് എടുത്തിട്ടുള്ളത് 800 ഗ്രാമാണ്. 1 കിലോ തന്നെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു റേഷ്യോ എടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകണം കേട്ടോ. കഴുകുമ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളെ കൈയിൻ്റെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ നല്ലപോലെ അങ്ങോട്ട് ഇതാക്കി കളയണം. കാരണം ഇതിൽ കുറച്ച് പശ പോകാനുണ്ടാവും, ഇതുപോലെ കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നല്ലപോലെ കൈ കൊണ്ട് ഇങ്ങനെ ഇതുപോലെ ആക്കിയിട്ട് വേണം കഴുകി എടുക്കാൻ. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം കഴുകുമ്പോൾ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് വരും. അതുവരെ കഴുകണം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലേ നമ്മളെ റൈസ് നന്നാവുള്ളൂ. അപ്പോൾ നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഒഴിവാക്കി ഒരു 4-5 പ്രാവശ്യം കഴുകുമ്പോഴേക്കും നല്ല വെള്ളം ഫുൾ ക്ലിയർ ആയിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് വെള്ളം വേവിച്ച് വെച്ചിട്ട് 1 മണിക്കൂർ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മട്ടൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസൊക്കെ കുതിർന്ന് വേവിച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ 1 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് മട്ടനിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് 2 പച്ചമുളകും അതുപോലെ തന്നെ വലിയൊരു ക്യാപ്സിക്കായിരുന്നു, അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറിയ ക്യാപ്സിക്കാണെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പിടി മല്ലിയില, പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഇവിടെ പേസ്റ്റ് ആക്കി വെച്ചതുള്ളത് കൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പേസ്റ്റ് ഇല്ലെങ്കിൽ മുഴുവനോടെയുള്ള ഇഞ്ചി വെളുത്തുള്ളി അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതുപോലെ പേസ്റ്റ് ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് റെഡിയായി. ഇനി വേണ്ടത് കുറച്ച് സ്പൈസസ് ആണ്. 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ ഒരു ഡ്രൈഡ് ലെമൺ, ഉണങ്ങിയ നാരങ്ങ, പിന്നെ ബേ ലീഫ് ഒന്ന് പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, ഒരെണ്ണം എടുത്തിട്ട്, പിന്നെ ഏലക്ക, അതുപോലെ ഗ്രാമ്പു, പട്ട, പിന്നെ 1 ടേബിൾ സ്പൂണോളം കുരുമുളക്, മുഴുവനോടുള്ള കുരുമുളക്, പിന്നെ വേണ്ടത് മന്തി മസാലയാണ് കേട്ടോ. ഈ മന്തി മസാല ചേർക്കുമ്പോഴേ നമ്മൾ മന്തിയുടെ ആ ഒരു ഇത് കിട്ടുള്ളൂ. പിന്നെ 2 സവാള, മീഡിയം സൈസ് സവാള 2 എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു അടുപ്പ് കത്തിച്ചിട്ട് ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ കൂടുതൽ വേണ്ട, ഒരു ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം മതി. ഇപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇന്ന് വയന്ന് വരാനുള്ള ഓയിൽ മാത്രം മതി. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ച സ്പൈസസ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ആ സ്പൈസസ് എല്ലാം കൂടി എണ്ണയിൽ ചേർന്നിട്ട് ഒരു നല്ലൊരു സ്മെല്ല് വരും. ഏകദേശം ഒരു 30 സെക്കൻഡ് 1 മിനിറ്റോളം മതി. അതൊന്ന് മൂത്ത് നല്ല സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള പെട്ടെന്ന് വയന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വയന്ന് വരും. ഞാൻ കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കല്ലുപ്പ് ഉണ്ടാകുമ്പോൾ അതാണ് നല്ലത്. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് വേണ്ട ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല വയന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ആ പച്ചമുളകും മല്ലിയിലയും ക്യാപ്സിക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ആദ്യം തന്നെ ചെയ്ത് കൊടുക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമുണ്ട്. പിന്നെ അപ്പോൾ പെരുന്നാളിനാവുമ്പോൾ ഞാൻ ഇത് രാവിലെ തന്നെ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് പിന്നെ ഒന്നായിട്ട് ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്.
അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആണെങ്കിൽ പിന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോലെ ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ച മണം മാറുന്ന സമയത്ത് നമുക്ക് പൗഡറുകളൊക്കെ ആഡ് ചെയ്യാം. ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ഞാൻ 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മട്ടനായിട്ടാണ് ചെറിയ ജീരകം പൊടിച്ചത് ഞാൻ ഇത്ര കൂടുതൽ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ബീഫ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്ര അളവ് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ കുറച്ച് പെരുംജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചെറിയ ജീരകം കുറഞ്ഞ അളവിലൊരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ഇട്ടിട്ട് അതുപോലെ തന്നെ വലിയ ജീരകം പൊടിച്ചതും അത്ര അളവ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് മന്തി മസാലയാണ്. അത് ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചതുകൊണ്ട് എളുപ്പമുണ്ട് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഇനി ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറണം കേട്ടോ. കുറച്ച് സമയം ഒരു 1-2 മിനിറ്റ് എടുത്തിട്ട് ഒന്ന് അതിൻ്റെ പച്ച മണം മാറുന്ന സമയത്ത് നമുക്കിതിലോട്ട് 3 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ മട്ടൻ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആവും. പിന്നെ നമ്മൾ ഓൾറെഡി ഇതിൽ കുറച്ച് സുർക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഗ്രൈൻഡ് ചെയ്ത സമയത്ത്. ആ സുർക്കക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കട്ടോ. സുർക്കന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെറുനാരങ്ങ പിയാൻ മടിച്ചത് കൊണ്ടാണ് സുർക്ക ചേർത്ത് കൊടുത്തത്. രണ്ടായാലും കുഴപ്പമില്ല, രണ്ടായാലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മട്ടൺ പീസസ് ആഡ് ചെയ്യാം. മട്ടൺ നമ്മൾ നല്ല കഴുകി വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. മട്ടൺ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഈ മസാലയിൽ ആ മിക്സ് ചെയ്യൽ ഭയങ്കര പ്രധാനമാണ്. എന്നാൽ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ, വലിയ പീസും അല്ല. അപ്പോൾ ആ മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല കുറച്ച് ടൈം എടുത്ത് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്യുക, എങ്കിലേ നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് മട്ടൺ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മട്ടൺ വേവുന്നത് വരെ വേവിക്കട്ടെ. മൂത്ത മട്ടൺ ആണെങ്കിൽ 4-5 വിസിലൊക്കെ വെക്കേണ്ടി വരും. ഇത് ഇളയ മട്ടൺ ആയതുകൊണ്ട് എനിക്ക് ഒറ്റ വിസിൽ തന്നെ വെന്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മട്ടൺ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരിയും വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം എടുക്കണം, അത് തിളപ്പിച്ച് ഊറ്റാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അരിൻ്റെ ഒരു 3 ഇരട്ടി വെള്ളമെങ്കിലും മിനിമം വേണം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു ഡ്രൈഡ് ലെമണും അതുപോലെ തന്നെ ഒരു ബേ ലീഫിൻ്റെ ഒരു പീസും അതുപോലെ തന്നെ 2-3 ഏലക്കായും 2-3 ഗ്രാമ്പും ഒരു ചെറിയ പീസ് പട്ടയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് കുറച്ച് ഓയിലും കൂടി 1 ടീസ്പൂണോളം ഓയിൽ മതി കേട്ടോ, കുറച്ച് മതി, കൂടുതൽ വേണ്ട. അപ്പോൾ നമുക്ക് റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുറച്ച് നേരം വെട്ടി തിളക്കണം കേട്ടോ വെള്ളം, കാരണം എന്നാലേ ആ മസാലകളൊക്കെ നമ്മളിട്ട സ്പൈസസിൻ്റെ ഒക്കെ ടേസ്റ്റ് വെള്ളത്തിൽ വരുള്ളൂ, ഉപ്പൊക്കെ നല്ല ലയിച്ച് ചേരുള്ളൂ വെള്ളത്തിൽ. അതിന് ശേഷം മാത്രം അരി ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ നല്ല തിളച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാനത് വെള്ളം ഫ്ലെയിം ഓഫാക്കിയിട്ടതായിരുന്നു കേട്ടോ. നമ്മൾ മട്ടൺ വേവിക്കാൻ വെക്കുന്ന സമയത്തിന് ഇതിവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് പാകാൻ നോക്കുക. കുറവാണെങ്കിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിൽ 80% കുക്കായാൽ മതി കേട്ടോ. കൂടുതലായിട്ട് റൈസ് നന്നായിട്ട് വെന്ത് ഉടയരുത്. അപ്പോൾ നമ്മൾ റൈസ് നല്ല കഞ്ഞിയായി പോവും. അപ്പോൾ അതുകൊണ്ട് ഒപ്പം നിൽക്കട്ടോ, കൂടുതൽ സമയമൊന്നും വേണ്ട. അപ്പോൾ ഇനി ഇതൊരു സ്റ്റെയിനറിലോട്ട് മറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 80% വെന്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് കുലുക്കി കൊടുക്കാം, കാരണം അടിയിലുള്ള റൈസ് മുകളിലുള്ള റൈസ് താഴോട്ടും ആവണം, അല്ലെങ്കിൽ അടിയിലുള്ള റൈസ് വേവ് കൂടിപ്പോവും. അപ്പോൾ നമ്മൾ ആ ഡ്രൈഡ് ലെമൺ ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. നമ്മൾ മട്ടൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. ഇനി നമുക്ക് ഈ മട്ടൻ്റെ ഒരു വിസിൽ വന്ന സമയത്ത് ഞാൻ ഓഫാക്കിയിട്ടതായിരുന്നു. ഇപ്പം നോക്കുന്ന സമയത്ത് നമുക്കിത് വെന്തിക്കണം നോക്കാം. ഈ സമയത്ത് വെന്തിട്ടില്ല എങ്കിലും ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ ഒന്നും കൂടി കുക്കർ വെച്ചിട്ട് വേവിക്കണം കേട്ടോ. ഏകദേശം ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ 2 വിസിലോ 3 വിസിലോ ആദ്യം ഒന്ന് വെക്കുക. എന്നിട്ട് വെന്തിട്ടില്ല എങ്കിൽ വീണ്ടും വെച്ചാൽ മതി, അല്ലെങ്കിൽ പിന്നെ പറ്റ വെന്ത് കൊള്ളായാലും നമുക്ക് പറ്റില്ല. അപ്പോൾ ഒരു പാകം വേവാണ് വേണ്ടത്. അപ്പോൾ ഇത് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. അത് ആദ്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇളയ മട്ടനാണെന്നുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ മട്ടൺ പീസസ് മാത്രം എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണ് ദം ചെയ്യുന്നത് ആ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതും. പിന്നെ മറ്റേ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ചാർക്കോളൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് സ്മോക്കി ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം മതി കേട്ടോ, കൂടുതൽ വേണ്ട. ഓയിലൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം കേട്ടോ. എന്ന് വെച്ചാൽ ഇത് നമുക്ക് മുളക് പൊടി ചേർക്കാനുള്ളതാണ്, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. എന്നിട്ട് ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ആക്കുക. എണ്ണയിൽ എല്ലാ ഭാഗത്തും
ആ മുളക് പൊടി ചേർക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച മട്ടൺ പീസസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. അതിന് മട്ടൺ പീസസ് മാത്രം എടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലുള്ള ഗ്രേവി ഉണ്ടല്ലോ അത് ആ കുക്കറിൽ തന്നെ കിടന്നോട്ടെ, അത് നമുക്ക് ആവശ്യമുണ്ട്. അതിന് മട്ടൺ പീസസ് മാത്രം ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മട്ടൻ ഇതുപോലെ ഫ്രൈയും കൂടി ചെയ്യുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആ എണ്ണയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇന്ന് ഈ ചട്ടകം വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് വെച്ചിട്ടൊന്ന് മൊരിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ പുറഭാഗം നല്ലൊരു കളറൊക്കെ വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചാർക്കോൾ ഞാൻ ഇവിടെ അടുപ്പത്ത് കത്തിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ കത്തി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലൊരു സ്റ്റീലിൻ്റെ ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മട്ടനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം മട്ടനെ. അപ്പോൾ നമുക്ക് ഈ പാനിൽ തന്നെ ഇട്ടിട്ട് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിന് മട്ടൺ പീസസൊക്കെ മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ പാനിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ആ റൈസ് ഇട്ട് കൊടുക്കാം. റൈസൊക്കെ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഉടച്ചെടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഉടഞ്ഞ് വരും. ഇനി നമുക്കിതിൽ 2 കുഴി ഉണ്ടാക്കിയിട്ട് നമ്മൾ മട്ടൻ്റെ ആ ഗ്രേവി ഉണ്ടല്ലോ അത് 2 കുഴിയിലായിട്ട് വെച്ച് കൊടുക്കാം. 2 കുഴി ഉണ്ടാക്കിയിട്ട് വേണ്ട വെച്ചെടുക്കാൻ. നമ്മൾ റൈസിന് 2 കുഴി ഉണ്ടാക്കിയിട്ട് അത് ഇട്ടിട്ട് ഒന്ന് മൂടുക. ഇനി നമുക്ക് നല്ല ഒന്നുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒരു സൈഡിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണിൽ റെഡ് കളർ കലക്കിയിട്ട് മറ്റു സൈഡിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കളർഫുൾ ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് റെഡ് കളർ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കേക്കിന് വാങ്ങിയ കളർ ഉണ്ടായിരുന്നു, റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാനുള്ള. അപ്പോൾ അതിനൊരു ഡ്രോപ്പ് എടുത്തിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിതിൽ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഒലിവ് ഓയിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ കാരണം കൂടുതൽ ഓയിൽ ഇത് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. മട്ടൻ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഓയിലല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഓയിൽ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ മട്ടൻ പീസസ് നിരത്തി കൊടുക്കാം. അപ്പോൾ അത് ഈ ഒലിവ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ അറേബ്യൻ മന്തിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഈ ഒരു ഇതിന് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഒലിവ് ഓയിൽ ചൂടാക്കാൻ പാടില്ല. അപ്പം ഇങ്ങനെ മുകളിൽ വെച്ച് കൊടുക്കണമെങ്കിൽ ഒലിവ് ഓയിലിൻ്റെ ഗുണം ഒട്ടും നഷ്ടപ്പെടില്ല. കാരണം നമ്മൾ ഓയിൽ മാത്രം ഒഴിച്ചിട്ട് ചൂടാക്കുന്നില്ലല്ലോ. ഇനി നമ്മൾ ആ ഡ്രൈഡ് ലെമൺ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 3-4 പച്ചമുളക് ഒന്ന് കുത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഫ്ലേവറും കൂടി നമ്മളെ ഇറച്ചിയിലോട്ടും ചോറിലോട്ടും ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമ്മളെ നടുഭാഗത്തായിട്ട് നമ്മൾ ചാർക്കോൾ ഉണ്ടല്ലോ കത്തിച്ച് വെച്ച ആ ഒരു ബൗളിട്ട് വെച്ച് കൊടുക്കുക. ഞാൻ മുകളിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പുകഞ്ഞ് വരും. ആ സമയത്ത് തന്നെ നമുക്ക് നന്നായിട്ട് അടച്ചു വെക്കാം. സ്മോക്കി ഫ്ലേവറും കൂടി കിട്ടുമ്പോൾ നമ്മുടെ മന്തിക്ക് നല്ല ഒരു ടേസ്റ്റ് വരും. നമ്മളെ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 5 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറക്കാം കേട്ടോ. തുറന്നിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ചാർക്കോളിൻ്റെ ആ ബൗളുണ്ടല്ലോ അതെടുത്തിട്ട് മാറ്റി കൊടുക്കുക. 5 മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ നല്ല പുക ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. ആ അടിഭാഗത്ത് ഞാൻ ചെറിയ ബർണറിലാണ് വെച്ചിട്ടുള്ളത്. ഞാൻ ലോ ഫ്ലെയിമിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഇപ്പോഴും ഓഫാക്കിയിട്ടില്ല. ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റും കൂടി ഫ്ലെയിം ഓഫാക്കണ്ട. 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാൽ മതി. പിന്നെ നമുക്ക് എപ്പോഴാണോ റൈസ് വിളമ്പേണ്ട സമയം ആ സമയത്ത് വിളമ്പിയാൽ മതി കേട്ടോ. ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഏത് സമയത്താണ് നമ്മൾ കഴിക്കുന്നത് ആ സമയത്ത് എടുത്താൽ മതി. അതുവരേക്കും നല്ല മണവും ഇതൊക്കെ ആയിട്ട് അവിടെ കിടന്നോട്ടെ. പിന്നെ അതിന് മുമ്പ് വിളമ്പി കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ പുറത്ത് പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴാണ് കഴിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് മിക്സ് ആക്കിയിട്ട് വിളമ്പാൽ തുടങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ റൈസും ചോറും പിന്നെ ആ കളറും എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഓയിലും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേ നമുക്ക് ആ റൈസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് ആവുള്ളൂ. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടപ്പോൾ റൈസിൽ കുറച്ച് റെഡ് റൈസും യെല്ലോ റൈസും ഒക്കെ ആയിട്ട് വരുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. കാണാനുള്ള ഭംഗി ഉണ്ടാകുമ്പോഴല്ലേ കഴിക്കാനും ഒന്നും കൂടി ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കളർ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ആ റെഡ് കളർ ഒഴിവാക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി പിന്നെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ, അതിന് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക. ചെറുനാരങ്ങ നീരിൽ മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മുകളിലാണ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു മഞ്ഞ കളർ കിട്ടും. പിന്നെ മാത്രമല്ല ചെറുനാരങ്ങ നീര് റൈസിൽ ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് സാധനത്തിലോട്ട് വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ടേബിളിലോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക.
അപ്പോൾ എപ്പോഴും ഒരേ രീതിയിൽ തയ്യാറാക്കുന്നില്ലേറെ നല്ലത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിച്ചൊക്കെ ഉണ്ടാക്കി നോക്കുക. നമുക്കൊരു വ്യത്യസ്ത ടേസ്റ്റിലൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല മട്ടൻ കിട്ടുന്നില്ലെങ്കിൽ ബീഫ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ബീഫ് വെച്ചിട്ടും ചെയ്ത് നോക്കിയാലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ആ ചെറിയ ജീരകത്തിൻ്റെ ആ ഒരു ഇത് പറഞ്ഞല്ലോ, അവിടെ മാത്രം ഒന്ന് മാറ്റം വരുത്തിയാൽ മതി. മട്ടൻ ആകുമ്പോൾ നമ്മൾ ചെറിയ ജീരകം കൂടുതൽ യൂസ് ചെയ്യുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ജീരകം പൊടിച്ചത് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒഴിവാക്കണ്ട ചെറിയ ജീരകം, കുറച്ച് പെരുംജീരകം പൊടിച്ചതും കൂടി കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.